ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് എവിടെയാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ലിയോയ്ക്കായിട്ട് ഇന്നൊരു കൂട്ടുകാരനെയും കൂടി കൊണ്ടുവരുവാണേ. അവനെ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടോ എല്ലാവരും ഈ റെഡി ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ പോകുമ്പോൾ നമ്മൾ ലിയോയും കൂടെ കൂട്ടിയിട്ടുണ്ടേ. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു വീട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ ആ പപ്പിയെ കൊണ്ടുവരാൻ പോകുന്നത്. അവിടുന്ന് തന്നെയാണ് നമ്മൾ ലിയോയും കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പപ്പിയെ പോലും കൊണ്ടുവരണം എന്ന് വിചാരിക്കാത്തടത്താണ് കേട്ടോ നമ്മളിപ്പോൾ രണ്ടാമതൊരു പപ്പിയും കൂടി എടുക്കാനായിട്ട് പോകുന്നത്. ലിയോയെ കൊണ്ടുവന്ന് അവൻ്റെ കുസൃതിയും കളിയും ഒക്കെ കണ്ടപ്പോൾ അവൻ നമ്മുടെ തീരുമാനത്തെ തന്നെ മാറ്റി കളഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലിയോ പപ്പിക്കുട്ടിനെ കാണുമ്പോഴുള്ള റിയാക്ഷൻ എന്താ നമുക്ക് കണ്ടിട്ട് വരാം. ഭയങ്കര സ്നേഹമാണല്ലേ. കൊച്ചുങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പട്ടികൾക്ക് അറിയാം. വീരല്ലേലി ഒന്നേ മറ്റവന്മാരെന്നോട് ഭയങ്കര കടി കൊടുക്കുക. ചെവിയൊക്കെ സ്നേഹം ഇഷ്ടപ്പെട്ടു. സ്നേഹം നോക്കി നീ തൊടല്ലേടാ. നോക്കിക്കോളൂ. അവനെ തൊട്ടപ്പോ കണ്ട കൊച്ചവൻ അവനെ തൊട്ടപ്പോഴത്തേനെ അവൻ കടിക്കാൻ വന്ന്. അയാള് നോക്കിക്കോളൂ. ഇവനെ അതിട്ടില് കാണുന്നേ സ്നേഹം. നീ മറ്റുള്ളത് ഇത്ര സ്നേഹം കാണിക്കത്തില്ലല്ലോ. അവന്മാരോട് അങ്ങ് കടികൂടൊക്കെ കടിക്കത്തില്ല അവൻ അങ്ങനെ കടിക്കുമല്ലോ. അവൻ കയ്യൊക്കെ എടുത്ത് കളിക്കുന്നില്ലാണ്ട്. അങ്ങനെ ആ കുഞ്ഞൻ പപ്പിയും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ. നമ്മുടെ ഈ പപ്പിയെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഒരു പേരൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ലിയോയുടെ പേരിനോട് ചേരുന്ന ഒരു പേര് തന്നെ വേണമെന്ന് കരുതിയിട്ട് നമ്മൾ ലക്കി എന്നാണ് കേട്ടോ ഈ പപ്പിക്കുട്ടിക്ക് പേര് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ട് ലക്കിക്കുട്ടിനാണെങ്കിൽ നല്ല ഉറക്കമാണ്. ലിയോയ്ക്ക് കൊണ്ടുവന്നപ്പോൾ പുല്ലിലൊക്കെയാണ് കിടന്നുറങ്ങാൻ ഇഷ്ടമെങ്കിൽ ഇവൻ അങ്ങനെ പുല്ലിലൊന്നും കിടക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇവൻ അടുത്തായിട്ട് കിടന്നുറങ്ങുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടോ? പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവിടെ വീട്ടിനകത്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനേ പറ്റിയില്ല കേട്ടോ. ഏതെങ്കിലും ടേബിളിൻ്റെയൊക്കെ അടിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എവിടെ ഇരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാത്തടത്തായിരിക്കും കേട്ടോ ഇവ ഇരിക്കുന്നുണ്ടാവുക. അകത്തെവിടെയെങ്കിലും തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക.
അവൻ എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതായിട്ടോ ഒരു ടാസ്ക്. ഇപ്പോൾ തന്നെ അവനീ കിടക്കുന്നത് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണാത്തടത്താണ്. ഈ ടേബിളിൻ്റെ എല്ലാം അടിയിലായിട്ടാണ് കിടക്കുന്നത്. പേരൊന്നും പരിചയമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അപ്പോഴൊന്ന് വിളിക്കുമ്പോൾ ഇവൻ ഇറങ്ങി വരില്ലായിരുന്നു. പിന്നെ നമ്മൾ നോക്കി തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഇവനിങ്ങനെ പാവത്താനെ പോലെ ഇരിക്കുന്ന കണ്ടിട്ട് ആരും ഇവൻ പാവമാണെന്ന് വിചാരിക്കുകയേ വേണ്ട കേട്ടോ. അത്യാവശ്യം വില്ലത്തരങ്ങളൊക്കെ ഇവൻ്റെ കയ്യിലുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവൻ നമ്മളോട് നന്നായിട്ട് ഇണങ്ങി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ലക്കിയെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ. ലക്കിയുടെയും ലിയോൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഈ കുഞ്ഞി കുറുമ്പൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലക്കിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.